അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ആരംഭിക്കുമ്പോൾ ആ നാട്ടിലെ എല്ലാവരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവർക്ക് കണ്ണിൽ കാണുന്നതെല്ലാം ദൈവങ്ങളായിരുന്നു. കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും എല്ലുകൾ കൊണ്ടും പല രൂപങ്ങളും ഉണ്ടാക്കി ആ രൂപങ്ങളിലെല്ലാമായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാവരോടും പലപ്പോഴായി പറഞ്ഞു, ഈ വിശ്വാസം നിങ്ങൾ വെടിയണം. സംസാരിക്കാനോ സഹായിക്കാനോ കഴിയാത്ത ഈ കോലങ്ങളെയല്ല നാം ആരാധിക്കേണ്ടത്. നമ്മെ സൃഷ്ടിച്ച ഏകനായ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. എന്നാൽ ഇബ്രാഹിം നബിയുടെ വാക്ക് അവർ ആരും ചെവിക്കൊണ്ടില്ല. ഒരു ദിവസം അവരെല്ലാം ഒരു ഉത്സവത്തിന് പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ ദൈവകോലങ്ങളെയും തച്ചുടച്ച് അവരിൽ ഏറ്റവും വലിയ രൂപമായ ആ ഒരു കോലത്തിൽ ആ കോടാലി കൊളത്തിയിട്ടു. അവർ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ വലിയവനോട് ചോദിക്കുക. നിങ്ങളുടെ വലിയ ദൈവമാണ് ആ ആയുധം പിടിച്ചു നിൽക്കുന്നത്, അദ്ദേഹത്തോട് ചോദിക്കൂ. അപ്പോൾ അവർ പറഞ്ഞു, അനങ്ങാൻ കഴിയാത്ത അതെങ്ങനെയാണ് ഇവകൾ നശിപ്പിക്കുന്നത്? സംസാരിക്കാൻ കഴിയാത്ത അതിനോട് എങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സംസാരിക്കാനോ കേൾക്കുവാനോ സഹായിക്കുവാനോ അനങ്ങുവാനോ കഴിയാത്ത ഈ ഇത്തരം വസ്തുക്കളെ എന്തിനാണ് നാം ആരാധിക്കുന്നത്? ഏകനായ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏക ദൈവത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. അപ്പോൾ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരു വലിയ തീക്കുണ്ടമുണ്ടാക്കി. ആ തീക്കുണ്ടത്തിൻ്റെ അടുത്തേക്ക് ഒരാൾക്കും നടന്നു ചെല്ലാൻ കഴിയില്ലായിരുന്നു. അത്രയും ചൂടായിരുന്നു അതിന്. അവർ ഒരു വലിയ മുള കൊണ്ടുവന്ന് ഒരു തെറ്റുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടത്തിലേക്ക് തോണ്ടിയെറിഞ്ഞു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടത്തിൽ വീണപ്പോൾ അല്ലാഹു ആ തീയിനോട് പറഞ്ഞു, തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പാവുക, ഇബ്രാഹിമിനെ നീ പരവതാനിയിരിക്കുക എന്ന് തീയിനോട് അല്ലാഹു കൽപ്പിച്ചു. അപ്പോൾ ആ തീ വളരെ തണുപ്പുള്ളതാവുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പൂ കൊണ്ട് മൂടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അവരിൽ പലരും ഇബ്രാഹിം നബി പറയുന്നത് സത്യം തന്നെയാണ്, അദ്ദേഹം പ്രവാചകൻ തന്നെയാണെന്ന് വിശ്വസിക്കുകയും പലരും സത്യവിശ്വാസികളാവുകയും ചെയ്തു. നമ്മുടെ വിശ്വാസം എപ്പോഴും അചഞ്ചലമായിരിക്കണം. അല്ലാഹുവല്ലാത്ത ഒന്നിനെയും നാം ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.